بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يا مالك الملك ما لي من نلوذ به سواك عند نزول الكرب والنقم. أدعوك وحدك يا من لا شريك له دعاء معترف بالذنب والندم. يا واحدا صمدا يا ماجدا أبدا يا حافظا رازقا للخلق كلهم. برئت من مشرك غاو بذي شبه وكل مبتدع في الدين متهم. يا رب فاهد حيار المسلمين وهب رشدا لهم واكفهم من فتنة الأمم. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന ഈ മഹത്തായ സമ്മേളന നഗരിയിൽ തലശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ
വിജ്ഞാന വേദിയിൽ വന്നുചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുകയും അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിച്ച് സംസ്കരിച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വീണത്, നീ എവിടെ ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കാനാണ് നീ താല്പര്യപ്പെടുന്നത് എന്ന ഒരന്വേഷണം ആരോടെങ്കിലും മുൻകൂറായി നടത്തിയിട്ടല്ല. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ തീരുമാനിച്ചതനുസരിച്ച് അവൻ്റെ മാത്രം ഇഷ്ടപ്രകാരം, അവൻ്റെ മാത്രം തീരുമാനപ്രകാരം എവിടെയാണോ നാം ആരുടെ ഏതു മാതാവിൻ്റെ ഉദരത്തിൽ നിന്നാണോ ഈ ഭൂമിയിൽ പിറന്നു വീഴേണ്ടതെങ്കിൽ അല്ലാഹുവിൻ്റെ ആ തീരുമാനപ്രകാരം മാത്രം ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണുണ്ടായത്. നമ്മുടെ ജനനം ഇങ്ങനെ തന്നെയാണെന്നെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും ഇനി നമ്മുടെ മരണവേളയും ഉണ്ടാവുക. നീ എവിടെ വെച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? എവിടെ നിന്റെ ഖബറൊരുങ്ങണം എന്നാണ് നീ താല്പര്യപ്പെടുന്നത്? ഒരന്വേഷണവും ആരോടും ഉണ്ടാവില്ല. അല്ലാഹു തീരുമാനിക്കുന്ന സമയം, അല്ലാഹു തീരുമാനിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും. ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ അല്ലാഹു നിർണയിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് എവിടെ വെച്ചാണോ നമ്മുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നാം എത്തിപ്പെടും. അല്ലാഹു നമ്മുടെ എല്ലാം അന്ത്യം നന്നാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണതിൽ എന്റെയോ നിങ്ങളുടെയോ ഇഷ്ടങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇനി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന നേരത്തും നമ്മുടെ ആരുടെയും ഇഷ്ടങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ ജനനം, നമ്മുടെ മരണം അതാരുടെ തീരുമാനത്തിലാണോ നടക്കുന്നതെങ്കിൽ ആ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ ഇഷ്ടത്തിനും അവന്റെ തൃപ്തിക്കും അവൻ തീരുമാനിച്ച നിയമങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതവും. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം മുന്നോട്ട് പോകും. അങ്ങനെ പറയാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല, അവകാശമില്ല. കാരണം ജനിച്ചത് നിന്റെ ഇഷ്ടപ്രകാരമല്ല, നിന്റെ താല്പര്യപ്രകാരമല്ല. ഇനി നീ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും നിന്റെ ഇഷ്ടപ്രകാരമല്ല, നിന്റെ ആഗ്രഹപ്രകാരമല്ല, നിന്റെ താല്പര്യപ്രകാരമല്ല എങ്കിൽ ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് നമ്മൾ കഴിച്ചുകൂട്ടുന്ന ദുനിയാവ്, ആ ദുനിയാവിൽ പ്രിയ സഹോദര സഹോദരി, നാം എങ്ങനെ മുന്നോട്ട് നടക്കണം, നാം എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം അനുഷ്ഠിക്കണം, എന്തെല്ലാം വിശ്വസിക്കണം, ഏതെല്ലാം പാടില്ലാത്തതാണ്, ഏതെല്ലാം നേരുണ്ട്, ഏതെല്ലാം നെറികേടുണ്ട്, ഏതെല്ലാം ഹക്കുണ്ട്, ഏതെല്ലാം ബാത്തിലുണ്ട്, അത് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനാണ് തീരുമാനിക്കുന്നത്. അതെന്റെ ഇഷ്ടപ്രകാരം ഞാൻ എനിക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകും എന്ന് പറയാൻ ലോകത്തൊരു മനുഷ്യനും അവകാശമില്ല, അർഹതയില്ല. എങ്കിൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ബാധ്യത എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ പഠിക്കൽ തന്നെയാണ്.
കാരണം എവിടെ വെച്ച് മരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരാത്മാവിനും ഒരു ശരീരത്തിനും അറിഞ്ഞുകൂടല്ലോ ഏതു പ്രദേശത്ത് വെച്ചാണത് മരണമടയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. മരിച്ചാൽ അതോടുകൂടി തീർന്നുവോ? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah. അന്ത്യനാളിൽ, പുനരുത്ഥാന നാളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പ്രതിഫലങ്ങൾ പൂർത്തിയായി നൽകപ്പെടുന്നത് അവിടെ വെച്ച് മാത്രമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആഗ്രഹം എന്താണ്? മരണാനന്തരം നമ്മുടെ മോഹം എന്താണ്? നമ്മുടെ സ്ഥിതി എന്താവണമെന്നാണ് ഇവിടെ കൂടിയവരൊക്കെ ആഗ്രഹിച്ചത്. അതെ, ആ ആഗ്രഹവും ലക്ഷ്യവുമാണ് നമ്മെ ഇവിടെ ഇരുത്തുന്നത്. ആ ആഗ്രഹമാണ് നമ്മെ ഇങ്ങോട്ട് നയിച്ചത്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു പറയുന്നു, ആര് നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുന്നുവോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ, ഫഖദ് ഫാസ, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ആ വിജയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ വിജയമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിഴലിച്ച് നിൽക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന ദുനിയാവിൽ നീ നന്മ തരണം, നല്ലത് തരണേ രക്ഷിതാവേ. വഫിൽ ആഖിറതി ഹസനതൻ, പരലോക നാളിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇത് പ്രാർത്ഥിക്കാത്ത പറയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം നമുക്ക് നമ്മുടെ മരണം നന്നായി കിട്ടണം. ഈ ലോകത്ത് നിന്ന് ശ്വസിക്കുന്ന അവസാന ശ്വാസം അല്ലാഹു തൃപ്തിപ്പെടുന്ന, സന്തോഷപ്പെടുന്ന നേരത്തോടെ, ആ ഒരു പ്രത്യേകമായ മാനസികമായ അവസ്ഥയോടെ നല്ല നല്ല കാഴ്ചകൾ, മലക്കുകൾ അതേ പ്രകടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട്, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസവും വലിച്ച് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സന്തോഷത്തോടെ പോകണം എന്ന ആഗ്രഹമാണ്. ആ ശാശ്വതമായ സ്വർഗം കിട്ടണമെന്നും അതേ ശാശ്വതമായ നരകത്തിയിൽ നിന്ന് രക്ഷ കിട്ടണമെന്നും അതാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നരകത്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് സുമ്മനുനജ്ജില്ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. അല്ലാഹു പറയുന്നത്, സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിച്ചവരെയാണ് നാം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അക്രമികളെ അതിൽ തന്നെ വിട്ടേക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തു സഫിലൂടെ വളരെ കൃത്യമായി അല്ലാഹു തആല നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെ കുറിച്ച്. ആ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ അത് രക്ഷപ്പെടുത്തും. അതിനു വേണ്ട മൂലധനം എന്താണ്? മാരകമായ നരകശിക്ഷയിൽ നിന്ന്, കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, വറസൂലിഹി, അവന്റെ റസൂലിലും വിശ്വസിക്കണം, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ ത്യാഗം സഹിക്കണം, നിങ്ങൾ ബുദ്ധിമുട്ട് സഹിക്കണം. ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് മുഖേന, നിങ്ങളുടെ ദേഹങ്ങൾ മുഖേനയും ഈ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം സഹിക്കണം, സമരം ചെയ്യണം. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ,
നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, അതേ ശരിക്കും കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരോട് അല്ലാഹു പറയുന്നു, പാരത്രിക നരക ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചോ എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് അല്ലാഹു പറയുന്നു. സുഹൃത്തുക്കളെ, അധികം വിശദീകരിക്കാതെ തന്നെ ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അദാബുൻ അലീം എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച ആ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഉമ്മമാരോട്, എൻ്റെ ഉപ്പമാരോട്, എൻ്റെ സഹോദരി സഹോദരങ്ങളോട് പറയട്ടെ, അതിനാദ്യം നന്നാവേണ്ടത് എവിടെയാണ്? ആദ്യം ശരിയാവേണ്ടത് എന്താണ്? തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാകണമെങ്കിൽ ഈ വിശ്വാസമാണ് പരമപ്രധാനം. അതേ, അതിലെന്താ സംശയിക്കാനുള്ളത്? നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവില്ലാതെ, ആ റബ്ബിന്റെ മഹത്വങ്ങളെ കുറിച്ച് ബോധമില്ലാതെ, അവനെക്കുറിച്ചുള്ള പ്രത്യേകമായ അറിവുകൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടില്ലെങ്കിൽ അവൻ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് തോന്നുമോ? അതുകൊണ്ടാണ് അല്ലാഹ് ആദ്യം നിങ്ങൾ അവനെ അറിയണം, അവനെ മനസ്സിലാക്കണം. എങ്ങനെ അല്ലാഹനെ മനസ്സിലാക്കണം? കേട്ടുകേൾവി അനുസരിച്ചാണോ അല്ലാഹനെ മനസ്സിലാക്കേണ്ടത്? ബഹുഭൂരിപക്ഷം എങ്ങനെയാണോ അല്ലാഹനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണോ ഞാൻ അല്ലാഹനെ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗം ആളുകൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് അല്ലാഹു ഇങ്ങനെയൊക്കെയാണെന്ന് തീരുമാനമെടുത്താൽ ആ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസമാണോ എൻ്റെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കേണ്ടത്? അല്ല. അതിനാണ് അല്ലാഹ് അവനെ പരിചയപ്പെടുത്താൻ അവൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തത്. ആ പ്രവാചകന്മാരതാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാരിലൂടെ ഓരോ സമൂഹങ്ങൾക്കും അല്ലാഹു അവൻ ആരെന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തി. അതിൽ അന്തിമ വേദഗ്രന്ഥമായ ഹുദല്ലിന്നാസ്, അതേ സർവ മനുഷ്യർക്കും മാർഗദർശനത്തിന് പ്രയോജനപ്പെടുന്ന ഗ്രന്ഥമെന്ന് പറഞ്ഞ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ, ഒരു തെറ്റും സംഭവിക്കാത്ത, വളവില്ലാത്ത, വക്രതയില്ലാത്ത നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഗ്രന്ഥമെന്ന് പറഞ്ഞ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹ് ആരെന്ന് അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഓതി കേൾപ്പിച്ചു തന്ന മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെ, ഹദീസുകളിലൂടെ അല്ലാഹ് ആരെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവന്റെ നാമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അവന്റെ ഗുണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവന്റെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മഹത്വങ്ങളിലും ആ പ്രത്യേകതകളിലും ആ വിശേഷണങ്ങളിലും ആ ഗുണങ്ങളിലും ലോകത്തവനോട് തുല്യപ്പെടുത്താൻ തക്ക ഒരു ശക്തിയും ഇല്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് തൗഹീദ്. അതല്ലേ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഉള്ളടക്കം. ഖുൽ, നബിയെ പറയൂ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു സൂറത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവൻ ഈക്വലായി, അവന് തുല്യനായി, അവന് കുഫുവത്തവനായി ഒരാളും തന്നെയില്ല. അവനെപ്പോലെ ഗുണങ്ങളുള്ളവരില്ല, അവനെപ്പോലെ കഴിവുകളുള്ളവരില്ല, അവനെപ്പോലെ മഹത്വമുള്ളവരില്ല, അവനെപ്പോലെ ശക്തിയുള്ളവരില്ല, അവനെപ്പോലെ അറിവുള്ളവരില്ല, അവനെപ്പോലെ സർവം തികഞ്ഞ സമ്പൂർണരായിട്ട് ആരും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവന് തുല്യനായിക്കൊണ്ട് യാതൊരു വസ്തുവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അതാ മറ്റൊരു സ്ഥലത്തും പറയുകയാണ്. അതേ, വളരെ ചുരുക്കിയതാ അല്ലാഹു ആ വാചകങ്ങളിലൂടെ അത് പറഞ്ഞെങ്കിൽ അവന്റെ സൃഷ്ടി വൈഭവത്തെ പറ്റി ഖുർആൻ കുറെ സ്ഥലത്ത് പറയുന്നുണ്ട്, അവന്റെ മഹത്വങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരാൾക്കും അതിൽ
പങ്കുചേരാൻ സാധ്യമല്ല. ഒരു ശക്തിയും അതിൽ പങ്കുചേർന്നിട്ടില്ല. സൃഷ്ടിപ്പിൽ ഒരാൾക്കും പങ്കില്ല, നിയന്ത്രണത്തിൽ ഒരാൾക്കും പങ്കില്ല, സംഹാരത്തിൽ ഒരാൾക്കും പങ്കില്ല. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമ്പോഴും എല്ലാം നിയന്ത്രിക്കുമ്പോഴും അണുവളവോളം അവന് ക്ഷീണം ബാധിക്കുന്നില്ല, അവന് ഞെരുക്കം അനുഭവപ്പെടുന്നില്ല, അവന് പ്രയാസം വരുന്നില്ല, അവന് തളർച്ച വരുന്നില്ല, അവന് ഉറക്കമോ മയക്കമോ വരുന്നില്ല. നാശം എന്ന ഒന്നവന് ഇല്ലേ ഇല്ല. മറ്റുള്ളവയെല്ലാം നശിക്കാനുള്ളതാണ്, മറ്റുള്ളവയെല്ലാം ഈ ലോകത്ത് നിന്ന് അതേ അന്ത്യം കുറിക്കാനുള്ളവയാണ്. സർവശക്തനായ റബ്ബ് അവൻ മാത്രമാണ് നാശമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവൻ മാത്രമാണ് ലോകത്തിന്റെ സ്രഷ്ടാവ്. ഇങ്ങനെ ഏതെല്ലാം മഹത്വങ്ങൾ അവനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തിയോ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ചു തന്നു. അത് മുഴുവൻ വിശ്വസിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആ വിശ്വാസത്തിൽ നിന്ന് അല്ലാഹുവിന് യോജിക്കാത്തത് വല്ലവനും അവനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹുവിന് യോജിക്കാത്തത് അവനെ കുറിച്ച് വിശ്വസിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ആ ദിക്ർ തന്നെയും മുസ്ലിം പറയുന്നത് എന്തിനാണ്? എന്താ സുബ്ഹാനല്ലാഹയുടെ വെയിറ്റ് എത്രയാണ്? സുബ്ഹാനല്ലാഹ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ എന്താ നമ്മൾ അതിലൂടെ അർത്ഥമാക്കുന്നത്? എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവന് യോജിക്കാത്ത പലതും, അവനെക്കുറിച്ച് പറയരുതാത്ത പലതും, അവനെക്കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത പലതും, അവനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ പാടില്ലാത്ത പലതും പലരും പറയുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും എന്റെ നാഥനെ ഞാനിതാ പരിശുദ്ധപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ. അല്ലാഹ് എല്ലാ കോട്ടങ്ങളിൽ നിന്നും, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും, എല്ലാ പോരായ്മകളിൽ നിന്നും അവൻ പരമപരിശുദ്ധനാകുന്നു. അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ ഏകനാണ്. അതാണ് തൗഹീദ്, അതാണ് ശുദ്ധമായ തൗഹീദ്. ആ തൗഹീദാണ് ശരിയായ കൃത്യമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടുന്ന ഈമാൻ. എന്നാൽ ഈ വിശ്വാസമല്ലേ നമുക്ക് നമ്മുടെ റബ്ബിനോടടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്? ആ വിശ്വാസമല്ലേ തിന്മയിൽ നിന്ന് നമ്മെ തടയുന്നത്? എന്റെ നാഥൻ എല്ലാം കാണുന്നവനാണ്. എന്റെ നാഥന്റെ കാഴ്ചയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സെക്കൻഡ് നേരമല്ല, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്കെങ്കിലും എനിക്കെന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. എന്റെ റബ്ബ് എല്ലാം കാണുകയാണ്, എന്റെ റബ്ബ് എല്ലാം കേൾക്കുകയാണ്, എന്റെ റബ്ബ് എല്ലാം അറിയുകയാണ്, എന്റെ റബ്ബ് എല്ലാത്തിനും ദൃക്സാക്ഷിയാണ്. അവനെ മറച്ചു വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന എന്റെയും നിങ്ങളുടെയും വിശ്വാസമല്ലേ വാസ്തവത്തിൽ പ്രിയമുള്ളവരെ ഹറാമുകളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത്? ആ വിശ്വാസമല്ല ഹറാമിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതെങ്കിൽ മറ്റു വല്ലവരും കാണും കേൾക്കും എന്ന് കരുതിയിട്ടാണ് ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. അവര് കാണാത്ത നേരത്ത്, ആ ആളുകൾ കേൾക്കാത്ത നേരത്ത്, ആ ആളുകൾ എന്നെ ശ്രദ്ധിക്കാത്ത നേരത്ത് ഞാൻ ആ ഹറാമുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലർക്കും പടച്ച റബ്ബിനെ ഭയപ്പെടേണ്ടുന്ന നിലക്ക് ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് ആളുകൾ കാണും, ആളുകൾ കേൾക്കും, ആളുകൾ അറിയും എന്ന് വന്നാൽ പലരും പകൽ മാന്യന്മാരായിക്കൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതേ അവസരത്തിൽ അവര് മാത്രമാണെന്ന് അവര് ധരിക്കുന്ന, ആരുടെയും കണ്ണുകൾ തന്നെ കാണുന്നില്ലെന്ന് തോന്നുന്ന, ഒറ്റക്കായിരിക്കുന്ന നേരത്ത് സർവശക്തൻ കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ എന്ന ചിന്ത ലവലേശം പിടികൂടാതെ ഹറാമുകളുടെ ലോകത്തേക്ക് അവൻ സ്വൈരമായി ഇറങ്ങിപ്പോയി വിഹരിക്കുന്നു. അതാണ് തൗഹീദ്. ഇല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം, ആ ഈമാൻ നമ്മുടെ ഖൽബിൽ കയറിയാൽ, അവനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് മാത്രം മതി. അതാണ് നമ്മുടെ തൗഹീദ് നമ്മെ നന്നാക്കുന്നു എന്ന് പറയുന്നത്. നമ്മെ നന്നാക്കുന്നത് ആ തൗഹീദാണ്.
ആ തൗഹീദിൽ നിന്ന് മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കും, മറ്റുള്ളവരെ വിളിച്ച് സങ്കടം പറയും. അങ്ങനെ അതിൽ മരണപ്പെട്ടവരുമുണ്ടാകും, ജീവിച്ചിരിക്കുന്നവരുമുണ്ടാകും, ജിന്നുകളുമുണ്ടാകും, മലക്കുകളുമുണ്ടാകും, പിശാചുക്കളുമുണ്ടാകും. അതുപോലെ തന്നെ സസ്യലതാദികളും വൃക്ഷങ്ങളും കല്ലുകളും മരങ്ങളും ഒക്കെ ഉണ്ടാകും. അതേ, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ വിശ്വാസം എന്താണ്? താൻ എവിടെ നിന്ന് ഇന്ന വ്യക്തിയെ വിളിച്ചാലും ആ വ്യക്തി എന്നെ കാണുന്നുണ്ട്. സ്ഥലം പ്രശ്നമല്ല. ഞാൻ എവിടെ വെച്ച് ആ ശൈഖിനോട്, തങ്ങളോട്, ബീവിയോട് ഞാൻ തേടിയാലും അതൊക്കെയും ആ മഹാനവറുകൾ കേൾക്കുന്നുണ്ട്. വിളിക്കുന്ന ഈ വിശ്വസിക്കുന്ന എന്നെ മഹാനവറുകൾ കാണുന്നുണ്ട്. സ്ഥലം പ്രശ്നമല്ല, അടുക്കേ അകലെ എന്ന പ്രശ്നമില്ല. എവിടെ വെച്ചും വിളിച്ചാൽ അവര് കേൾക്കും. എവിടെ വെച്ചും വിളിക്കുന്ന എന്നെ അവര് കാണും. എവിടെ വെച്ചും വിളിക്കുന്ന എന്റെ ആവശ്യങ്ങൾ, എന്റെ ഹൃദയത്തിലെ പരമരഹസ്യങ്ങൾ പോലും ഈ ആളുകൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ അവരോട് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നതെങ്കിൽ, തേടുന്നതെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ അവർക്ക് കഴിവുണ്ട്. അല്ലാഹു അവർക്ക് കഴിവുകൾ മുൻകൂർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിവുള്ളവൻ, എവിടെ വെച്ചും നമ്മെ കാണാൻ കഴിവുള്ളവൻ, എവിടെ വെച്ചും നമ്മെ അറിയാൻ കഴിയുന്നവൻ, നമ്മുടെ മനസ്സുകൾ അതേ നാം അറിയുന്നതിന്റെ മുമ്പേ വളരെ കൃത്യമായി അറിയുന്നവൻ, നാം എന്ത് പ്രശ്നത്തിന് ചോദിച്ചാലും ആ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ കഴിവുള്ള മഹാൻ അതല്ല മാത്രമല്ലേ? സൂറത്തുൽ ഫാത്തിറിലൂടെ റബ്ബതല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്? യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ. അതേ, ഈ ലോകത്ത് രാപ്പകലുകൾ മാറി മാറി വരുന്നത്, സൂര്യചന്ദ്രന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിലൊക്കെ ആർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ? എല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനമനുസരിച്ചല്ലേ നേരം പുലരുന്നത്, രാത്രിയാകുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്, ചന്ദ്രൻ ഉദിക്കുന്നത്, അസ്തമിക്കുന്നത്, ചന്ദ്രന്റെ വലുപ്പം കൂടുന്നത്, കുറയുന്നത്, പിന്നെ തീരെ കാണാതാകുന്നത്, ഇതൊക്കെയും റബ്ബിന്റെ തീരുമാനമല്ലേ? എങ്കിൽ അല്ലാഹ് പറയുന്നു, ദാലികുമുല്ലാഹ്, അതാണ് അല്ലാഹ്, അവനാണ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്കു, അവനാണ് ആധിപത്യമുള്ളത്, അവനാണ് അധികാരമുള്ളത്. അതുകൊണ്ട് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ആരായിരുന്നാലും, മയംലികൂന മിൻ ഖിത്മീർ, ഒരൽപ്പം പോലും, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയോളം പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ അവർ ഉടമപ്പെടുത്തി കഴിവുള്ളവരല്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. ഇനി കേട്ടു എന്ന് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥന കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും, അവര് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. വയൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ എല്ലാവരും മഹ്ശറിൽ ഈ വിളിച്ചവരും വിളിക്കപ്പെട്ടവരും പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിക്കപ്പെട്ടവരും ആരാധിച്ചവരും ആരാധിക്കപ്പെട്ടവരുമൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ച ഈ മഹാപാതകമായ ശിർക്കുണ്ടല്ലോ, അത് ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ തള്ളുന്നു, അവരതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് നിന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, നിനക്ക് നഷ്ടം മാത്രം അതേ നിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ നിന്നെ പ്രാപ്തനാക്കുന്ന മഹാപാതകമായ ശിർക്ക് സൂക്ഷിച്ചോ. ഇത്ര സൂക്ഷ്മമായി നിന്റെ വിജയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലാഹുവിനെ പോലെ ഒരാളുമില്ല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ,
അല്ലാഹുവദാ മാനവ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ട് അവർ ഒരിക്കലും പരാജയപ്പെടരുത് എന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന മനുഷ്യരാരും ഒരു സൃഷ്ടികളും നരകാഗ്നിയിൽ പോയി ചാടാൻ നിമിത്തമാകരുത് എന്ന നിലക്ക് റബ്ബദാ മുൻകൂട്ടി നമുക്ക് ഗൗരവത്തോടെ പഠിപ്പിച്ചു തരുന്നു. പക്ഷേ ആ മഹാനായ റബ്ബിന്റെ മഹത്വമല്ല ജനങ്ങളെ പഠിപ്പിക്കപ്പെട്ടത്. ആ റബ്ബാരെന്ന് പഠിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആ റബ്ബിന്റെ ചില സൃഷ്ടികളെ കുറിച്ച് അവരിൽ ഇല്ലാത്ത ചില വിശേഷണങ്ങളാണ് പലരും സമൂഹത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അള്ളാനെ കുറിച്ച് പഠിക്കേണ്ടതിന് പകരം അതിനേക്കാൾ കൂടുതൽ അവന്റെ സൃഷ്ടികളെ കുറിച്ചാണ് പലരും സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തത്. അവരെന്താ പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകളെയും അള്ളാഹുവിൻ